മഹാരാവണ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാംഗോ മെഡോസ് യാത്രയിലെ രണ്ടാമത്തെ വീഡിയോയാണ് ഇത്. ഒന്നാമത്തെ വീഡിയോ കാണാത്തവർ ആ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഉച്ചയ്ക്കുള്ള ഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ കാണാൻ പോയത് ഒരു പഴയ ചായക്കട ആയിരുന്നു. ചായക്കടയുടെ മുന്നിലുള്ള പഴയ കസേരകളും ബെഞ്ചുകളും ഭിത്തികളിൽ പഴയ പോസ്റ്ററുകൾ എന്നിവ സന്ദർശകർക്ക് പഴയ കാലത്തെ ഒരു ഓർമ്മയായി തോന്നിക്കുന്നു. ഇതാണ് കിഡ്സ് ഫ്രണ്ട്ലി വേർഷൻ. ആർച്ചറി, ഗൺഷോട്ട് ഇവയെല്ലാം മാംഗോ മെഡോസിലെ യാത്രയെ കൂടുതൽ ഉത്സാഹവും ആക്ഷനും നിറച്ച ഒരു അനുഭവമാക്കുന്നു. ഇതാണ് തേയിലത്തോട്ടം. ഈ തേയിലത്തോട്ടത്തിലൂടെ ഒരുക്കിയിരിക്കുന്ന സുന്ദരമായ നടപ്പാതയിൽ നടക്കുമ്പോൾ പ്രകൃതിയുടെ ആരോഗ്യകരമായ ഗന്ധവും പച്ചപ്പിന്റെ പുതുമയും ആസ്വദിക്കാം. കുട്ടികൾക്ക് കളിക്കുന്നതിനുള്ള പാർക്കുകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിന്റെ ചരിത്രത്തിൽ കേരദേശത്തിന്റെ സ്രഷ്ടാവായി അറിയപ്പെടുന്ന പരശുരാമമൂർത്തിയുടെ അത്യന്തം ഭക്തിയോടും കലാസൗന്ദര്യത്തോടും കൂടിയുള്ള ശില്പം ഇവിടെയുണ്ട്. അടുത്തത് ഞങ്ങൾ 12D മൂവി കാണാനാണ് പോയത്. ചിത്രത്തിലെ ഓരോ രംഗവും യഥാർത്ഥത്തിൽ നിങ്ങളുടെ മുന്നിൽ നടക്കുന്നത് പോലെ തോന്നിപ്പിക്കുന്നതിലൂടെ കുട്ടികളുടെയും മുതിർന്നവരുടെയും മനസ്സിൽ അതിശയവും ഉത്സാഹവും നിറയ്ക്കുന്ന ഒരു ആകർഷണമാണ് ഇത്. കുട്ടികൾക്കുള്ള കാർ റൈഡുകളും ഇവിടെയുണ്ട്. 3 റൗണ്ടിന് 100 രൂപയാണ് വരുന്നത്. പച്ചപ്പിനടിയിൽ ശാന്തമായിരുന്ന് പ്രകൃതിയുടെ ശബ്ദം കേൾക്കുമ്പോൾ തത്വമസി എന്ന വാക്യത്തിന്റെ ആത്മീയത മനസ്സിലേക്ക് സമാധാനമായി പതിക്കുന്നു. തത്വമസി എന്ന വാക്യത്തിന്റെ അർത്ഥം നീ അതാണ്, നിന്റെ ഉള്ളിലാണ് ദൈവം എന്നതാണ്. ഈ മഹാവാക്യം പ്രതിപാദിക്കുന്ന ആത്മീയ സന്ദേശം ശാന്തമായ പ്രകൃതി സൗന്ദര്യത്തോടെ ചേർന്ന് ഇവിടെ അതിമനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നു. മാംഗോ മെഡോസ് അഗ്രികൾച്ചർ തീം പാർക്കിലെ ഏറ്റവും ശാന്തവും ആസ്വാദകരവുമായ അനുഭവങ്ങളിലൊന്നാണ് ഇവിടുത്തെ ബോട്ടിംഗ്. വിശാലവും മനോഹരമായ തടാകത്തിന് ചുറ്റും പച്ചപ്പിന്റെയും നൈസർഗിക സൗന്ദര്യത്തിന്റെയും ഇടയിൽ നടക്കുന്ന ഈ ബോട്ടിംഗ് സമയം സന്ദർശകർക്ക് ഒരു പൂർണ്ണമായ പ്രകൃതി യാത്രയായി തോന്നും. പെഡൽ ബോട്ട്, ഫാമിലി ബോട്ട് തുടങ്ങിയ സുരക്ഷിതമായ ബോട്ടിംഗ് ഓപ്ഷനുകൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് കൊണ്ട് എല്ലാ പ്രായക്കാർക്കും ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലാണ്. ലൈഫ് ജാക്കറ്റുകളും സുരക്ഷാ മാർഗനിർദ്ദേശങ്ങളും നൽകിയിരിക്കുന്നതിനാൽ പൂർണ്ണ സുരക്ഷയോടെ യാത്ര നടത്താം. ബോട്ടിങ്ങിന് ശേഷം ഞങ്ങൾ പോയത് കുട്ടവഞ്ചി യാത്രയിലേക്കായിരുന്നു. കുട്ടികളുടെയും മുതിർന്നവരുടെയും മനസ്സിൽ ഒറ്റ നോട്ടത്തിൽ ആവേശം നിറയ്ക്കുന്നതാണ് ഇത്. തടാകത്തിന്റെ ശാന്തതയും ചുറ്റുമുള്ള പച്ചപ്പിന്റെ സൗന്ദര്യവും വെള്ളത്തിൽ ചിരിച്ചും കളിച്ചും സഞ്ചരിക്കുന്ന നിമിഷങ്ങളും എല്ലാം ചേർന്ന് മാംഗോ മെഡോസിലെ ഏറ്റവും ഫണ്ണായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു ഇത്. മാംഗോ മെഡോസിലെ യാത്രയിൽ ശാന്തത, പ്രകൃതി, വിശ്രമം ഇവയെല്ലാം അനുഭവിക്കാവുന്ന ഒരു പ്രത്യേക ആകർഷണമാണ് ഇത്. കുട്ടികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും കുടുംബങ്ങൾ സ്നേഹത്തോടെ ആസ്വദിക്കുന്നതുമായ ഒരു മനോഹരമായ അനുഭവമാണ് ടോയ് ട്രെയിൻ യാത്ര. വർണ്ണപ്പകിട്ടോടെ അലങ്കരിച്ചിരിക്കുന്ന ഈ ചെറിയ ട്രെയിൻ പച്ചപ്പിന്റെ നടുവിലൂടെ പതുക്കെ മുന്നോട്ട് നീങ്ങുമ്പോൾ പാർക്കിന്റെ സൗന്ദര്യം മുഴുവൻ ഒരു നിമിഷത്തിൽ കണ്ണുകൾക്ക് മുന്നിൽ വിരിയുന്നു. ഒരാൾക്ക് 50 രൂപയാണ് ടോയ് ട്രെയിൻ യാത്രയ്ക്ക് വരുന്നത്. മണ്ണിന്റെ മണവും പഴയ കൃഷി ഉപകരണങ്ങളുടെ യാഥാർത്ഥ്യ കാഴ്ചയും സന്ദർശകർക്ക് കേരളത്തിന്റെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കൃഷി സംസ്കാരം നേരിട്ട് സ്പർശിക്കാൻ സഹായിക്കുന്നു. വൈകിട്ട് ഞങ്ങൾക്ക് ടീയും സ്നാക്സും ഉണ്ടായിരുന്നു. ചൂടുള്ള ചായയും അതോടൊപ്പം നമ്മുടെ നാടൻ പലഹാരമായ പഴംപൊരിയുമായിരുന്നു ഞങ്ങൾക്ക് ലഭിച്ചത്. മാംഗോ മെഡോസ് അഗ്രികൾച്ചർ തീം പാർക്കിൽ നിന്നും തിരിച്ചു പോകുമ്പോൾ കണ്ണിൽ പതിയുന്ന കലാസൗന്ദര്യങ്ങളിൽ ഒന്നാണ് മരങ്ങളിൽ വരച്ചിരിക്കുന്ന തെയ്യം ചിത്രങ്ങൾ. കേരളത്തിന്റെ പാരമ്പര്യവും ശക്തിയും നിറഞ്ഞ തെയ്യം രൂപങ്ങളെ പ്രകൃതിയോടൊപ്പം ചേർന്നൊരു കലാരൂപമായി ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു. എല്ലാവരും ഞങ്ങളുടെ ഗൈഡായ അക്ഷരയോട് നന്ദി പറഞ്ഞാണ് ഇറങ്ങിയത്. മാംഗോ മെഡോസിൽ നിന്ന് തിരിച്ചുള്ള യാത്രയിൽ ബസ് സ്റ്റാർട്ട് ചെയ്ത നിമിഷം മുതൽ തന്നെ ഒരു ഉത്സവത്തിന്റെ ആഘോഷം പോലെയായിരുന്നു. വിൻഡോയ്ക്ക് പുറത്തേക്ക് പച്ചപ്പുള്ള കാഴ്ചകൾ നീങ്ങിപ്പോകുമ്പോൾ ബസ്സിനുള്ളിൽ തുടങ്ങുന്നത് പാട്ടും നൃത്തവും നിറഞ്ഞ ഒരു മിനി സെലിബ്രേഷൻ ആയിരുന്നു. സ്പീക്കറിൽ മുഴങ്ങുന്ന പാട്ടുകൾക്ക് താളം പിടിച്ച് എല്ലാവരും ചേരുന്ന ആ സന്തോഷ നിമിഷങ്ങൾ ചിരിയോടെ, കയ്യടിയോടെ, കൂട്ടായി പാടിയും നൃത്തം ചെയ്തും യാത്രയുടെ ഓരോ നിമിഷവും ഓർമ്മകളായി മാറ്റുന്നു. ഈ യാത്രയ്ക്ക് അവസരമൊരുക്കി തന്ന തൃശൂർ KSRTCക്കും ഞങ്ങളുടെ സാരഥികളായ
പ്രബിൻ സാറിനും സുരേഷ് സാറിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഈ യാത്ര വളരെ മനോഹരമാക്കാൻ സഹായിച്ച അഡ്വക്കേറ്റ് ബിന്ദു മേഡത്തിനും ബാബു സാറിനും ജോസഫ് സാറിനും സുമി മേഡത്തിനും രവി സാറിനും ഭാര്യയ്ക്കും കൂടാതെ എല്ലാ സഹയാത്രികർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു.